ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ സ്വീകരിക്കാനും സന്തോഷപൂർവ്വം അത് അനുഭവിക്കാനുമെല്ലാം ഈ ലോകത്ത് മനുഷ്യന് അനുവാദമുണ്ട്. ഈ ലോകത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ സമ്പാദിക്കണം, സന്തോഷപൂർവ്വം ഈ ലോകത്ത് ജീവിക്കണം. ഇതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല വചനങ്ങളും നമുക്ക് ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സന്തോഷകരമായി ജീവിക്കാൻ കഴിയണം മനുഷ്യൻ. മറ്റുള്ളവർക്ക് ഭാരമാകാതെ ജീവിക്കാൻ കഴിയണം മനുഷ്യൻ. അന്തസ്സായി ജീവിക്കാൻ കഴിയണം. അതിന് ആവശ്യമായ വസ്തുക്കൾ, വിഭവങ്ങൾ ഓരോരുത്തരും അവരവരായി അധ്വാനിച്ച് ഉണ്ടാക്കുകയും ചെയ്യണം. ഇത് തന്നെയാണ് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട്. മനുഷ്യൻ ആസ്വദിക്കുക, അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയും ആസ്വദിക്കുക എന്നതാണോ? അതല്ല, മറ്റുള്ളവർക്ക് ശല്യമാകാത്ത രീതിയിൽ ആസ്വദിക്കുക, അനുഭവിക്കുക എന്നതാണോ? മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ ലോകത്തിലെ വസ്തുക്കളെയും വിഭവങ്ങളെയും ആസ്വദിക്കുക എന്നതാണോ? എവിടെയാണ് ഇത് വേർതിരിയുന്നത് അല്ലെങ്കിൽ വ്യത്യാസപ്പെടുന്നത്? വിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നത്, ലോകത്തിലുള്ള വസ്തുക്കൾ നിങ്ങൾ അനുഭവിക്കൂ, കുലു വഷ്റബു, നിങ്ങൾ തിന്നൂ, കുടിക്കൂ, ഉപയോഗിക്കൂ, ആസ്വദിക്കൂ, അനുഭവിക്കൂ. പക്ഷേ അത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാകരുത്. അത് അവിഹിതമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചു കൊണ്ടുപോകരുത്. എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കേണ്ടത്? അത് മറ്റുള്ളവരെ ചതിച്ചിട്ടാണോ, വഞ്ചിച്ചിട്ടാണോ, കളവ് പറഞ്ഞിട്ടാണോ? അല്ല, മാന്യമായിട്ടായിരിക്കണം. മറ്റുള്ളവർക്ക് പ്രയാസമാകാത്ത രീതിയിലായിരിക്കണം ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതോ നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണോ ഉപയോഗിക്കേണ്ടത്? അല്ല, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വസ്തുക്കൾ ഉപയോഗിക്കും. ആരെയും പ്രയാസപ്പെടുത്താതെ സമ്പാദിക്കും. ആരെയും പ്രയാസപ്പെടുത്താതെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ഉപയോഗിച്ച് ആ നിലയിൽ ഈ ലോകത്തിനെ ക്രിയാത്മകമായി നിങ്ങൾ സമീപിക്കും. ലോകത്തിലുള്ള വസ്തുക്കളെയും ക്രിയാത്മകമായി സമീപിക്കും. അതിലൂടെ വ്യക്തികൾ വളരണം, സമൂഹം വളരണം. ഭാവിയിലേക്കും ലോകത്തിലുള്ള വസ്തുക്കൾ നിലനിൽക്കണം. വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ഒരു നിയന്ത്രണവുമില്ലാതെ സമാഹരിക്കുക, മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടത് പോലും നിങ്ങളുടേതാക്കി മാറ്റുക, അത് ഒരു ശരിയായ ലോകവീക്ഷണമല്ല. ലോകത്തെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ വീക്ഷണം അതിലുള്ള വിഭവങ്ങളെ വിഹിതമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കണം മനുഷ്യൻ വെച്ചു പുലർത്തേണ്ടത്. എന്ന് മാത്രമല്ല, അവൻ അനുഭവിക്കുന്ന വസ്തുക്കളാണെങ്കിലും ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിലും ആ ഉപയോഗിക്കുന്നിടത്തും മനുഷ്യന് നിയന്ത്രണങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അമിതമായ ഒരു ഉപഭോഗം അല്ലെങ്കിൽ ഒരു ആർത്തി പിടിച്ചുള്ള സമ്പാദ്യം, ഇവിടങ്ങളിൽ മനുഷ്യൻ അവന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ സമാധാനപൂർവ്വം ജീവിക്കണം, പ്രയാസങ്ങളില്ലാതെ ദുഃഖങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് വചനങ്ങളിൽ, വിശുദ്ധ ഖുർആന്റെ പല വാക്കുകളിലൂടെയൊക്കെ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ഈ ലോകത്ത് നിരാശ ഉണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല വചനങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഈ ലോകത്ത് മനുഷ്യൻ അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കുന്നു. പക്ഷെ അധ്വാനിക്കുന്നിടങ്ങളിലെല്ലാം മനുഷ്യന് ലാഭം ഉണ്ടാകണമെന്നില്ല, വരുമാനം ഉണ്ടാകണമെന്നില്ല, അവന്റെ പ്രയത്നങ്ങൾ എപ്പോഴും വിജയിക്കണമെന്നുമില്ല. നിങ്ങളുടെ ജീവിതം പക്ഷേ സന്തോഷകരമായിരിക്കണം, സമാധാനപരമായിരിക്കണം. ജീവിതത്തിന്റെ തിരിച്ചടികളെ നിങ്ങൾ തീരാത്ത ദുഃഖമായി കൊണ്ടു നടക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അധ്വാനിക്കുന്ന മനുഷ്യന് നൽകേണ്ടുന്ന ആത്മബലം ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാൻ. എന്ന് വെച്ചാൽ ഈ ജീവിതം മനുഷ്യൻ ദുഃഖിച്ച് തീർക്കാനുള്ളതല്ല, ആശങ്കകളിൽ തീർക്കാനുള്ളതല്ല. ഈ ലോകത്തിലുള്ള വിഭവങ്ങൾ കുറഞ്ഞതാണെങ്കിലും
ആ കുറഞ്ഞ വിഭവങ്ങളിൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ എന്തിനു ടെൻഷൻ അടിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആക്കളിൽ പോലും ഇതുണ്ട്. അല്ലാഹുവേ, ടെൻഷനുകളിൽ നിന്ന് നീ എന്നെ കാക്കണേ, ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ. അഥവാ അനാവശ്യമായ അകാരണമായ ആശങ്കകൾ നിങ്ങൾ കൊണ്ടുനടക്കരുത്. ഏതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അപ്പൊ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന്റെ ആസ്വാദനത്തിന്റെ അല്ലെങ്കിൽ വസ്തുക്കളുടെ മേലുള്ള അവന്റെ ഉപയോഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമാധാനപൂർവമായ ഒരു മനസ്സ് ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്നിടങ്ങളിൽ മനുഷ്യന് ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടാവും. വിചാരിച്ച ഗുണം അവന്റെ ഏതെങ്കിലും ബിസിനസ് കൊണ്ടോ മറ്റു കാര്യങ്ങളെ കൊണ്ടോ നടക്കണമെന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ജീവിതത്തിന്റെ തിരിച്ചടികളിൽ നിങ്ങൾ നിരാശരാകാതിരിക്കും. അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷയുള്ളവരായിരിക്കണം. ആ വിധി ചിലപ്പോൾ അനുകൂലമായി വരാം, ചിലപ്പോൾ പ്രതികൂലമായി വരാം. ഈ ലോകത്ത് പണിയെടുക്കുന്നവരുടെ എല്ലാം ആ പണിയുടെ ഫലം ഗുണകരമായി തന്നെ വരണമെന്നില്ല. രണ്ട് രീതിയിലും അത് വരാം. ആ സമയത്ത് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി അടിയുറച്ചു നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇങ്ങനെ, വറള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. നീ അധ്വാനിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിനക്ക് വരുമാനം കുറയുന്നുണ്ടോ, നീ അതിൽ തൃപ്തനായി ജീവിക്കും. എന്നാൽ തകുൻ അഗ്നന്നാസ്, ഏറ്റവും വലിയ സമ്പന്നൻ, മനസ്സുകൊണ്ട് സമ്പന്നനായി നിനക്ക് മാറാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്ന് വെച്ചാൽ ചകിതമായ മനസ്സുകൾ വേണ്ട, ടെൻഷനുകൾ പേർ ജീവിക്കേണ്ട. ജീവിതത്തെ നിങ്ങൾ അനുഭവിക്കൂ, ജീവിതത്തെ നിങ്ങൾ ആസ്വദിക്കൂ. തിരിച്ചടി ഉണ്ടാകുന്നിടത്ത് ധൈര്യപൂർവ്വം വീണ്ടും മുമ്പോട്ട് പോകും. ഇതിന്റെ വിശദീകരണത്തിന്റെ ഉലമാക്കൾ എഴുതുന്നുണ്ട്. ചില പണ്ഡിതന്മാർ എഴുതുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ അവന്റെ നടന്നു പോകുന്ന വഴിയിൽ വീണാൽ എന്താണ് ചെയ്യുക? അവന് ശാരീരികമായ ആരോഗ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ് ചെയ്യുന്നത്. എഴുന്നേറ്റിട്ട് വീണപ്പോൾ ശരീരത്തിലുണ്ടായ അടയാളങ്ങൾ മുഴുവൻ തട്ടിക്കളയും. പൊടിയോ ചെളിയോ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ തട്ടിക്കളയും. എത്രയും പെട്ടെന്ന് തട്ടിക്കളഞ്ഞ് ഞാൻ വീണിട്ടില്ല എന്ന ഭാവത്തിൽ, ആരും കണ്ടില്ല എന്ന ഭാവത്തിൽ നടന്ന് മുമ്പോട്ട് പോകാനാണ് അയാൾ വിചാരിക്കുക. അതിനാണ് അയാൾ ശ്രമിക്കുക. ജീവിതത്തിന്റെ വീഴ്ചകളെല്ലാം ഇങ്ങനെയാണ് കാണേണ്ടത്. വീഴ്ചകൾ സ്വാഭാവികമാണ്, സംഭവിക്കാവുന്നതാണ്. പക്ഷെ ആ വീഴ്ചയുടെ അടയാളങ്ങൾ കൊണ്ടു നടക്കാതിരിക്കൂ. ശരീരത്തിൽ വീഴ്ചയുടെ അടയാളങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കൂ. അത് നമ്മുടെ മുഖത്ത് പ്രകടമാകാതിരിക്കട്ടെ. അതെല്ലാം റബ്ബിന്റെ ഒരു തീരുമാനം എന്ന രീതിയിൽ ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിത മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന ഒരു വലിയ സന്ദേശം. അഥവാ ജീവിതത്തെ ക്രിയാത്മകമായി നിങ്ങൾ സമീപിക്കുകയും വീഴ്ചകളെ ധൈര്യപൂർവ്വം തിരുത്തി മുമ്പോട്ട് പോവുകയും ജീവിതത്തിലെ വീഴ്ചകൾ മനസ്സിൽ കൊണ്ടു നടക്കാതെ ജീവിതത്തെ അനുഭവിക്കുകയും സന്തോഷകരമായി ജീവിതത്തെ സ്വീകരിക്കുകയും ചെയ്യും. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അമിതമായ ആഗ്രഹങ്ങൾ വെക്കരുത്. അത് ടെൻഷനാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ കെടുത്തിക്കളയും. ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ഒരാള് ന്യായമായ മോഹങ്ങളെ വെക്കാവൂ. അമിതമായ മോഹങ്ങൾ അത് അപകടമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ ഖർദ്. വിഭവങ്ങൾ കുറെ സമാഹരിച്ച് കൂട്ടി വെക്കുന്നതല്ല ഐശ്വര്യം അല്ലെങ്കിൽ സമ്പന്നത എന്നൊക്കെ പറയുന്നത്. വലാകിന്നൽ ഗിന, ഐശ്വര്യം എന്താണ്? ഗിന നഫ്സി, മതി എന്നൊരു മനസ്സ്, അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അമിതമായ ആഗ്രഹങ്ങൾ വെച്ച് കാണുന്നതിന്റെ എല്ലാം പിറകെ ഓടി എല്ലായിടത്തും പരാജയപ്പെട്ട് നിരാശനായി പോകാതെ നമ്മളാൽ ആവുന്നത് എന്താണോ അതിനുവേണ്ടി ശ്രമിക്കുകയും ആ ശ്രമം വിജയത്തിലെത്താൻ വേണ്ടി എന്തൊക്കെയാണോ ആവുന്നത് അതിനുള്ള കരുനീക്കങ്ങൾ നടത്തുകയും എല്ലാമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയുള്ള പദ്ധതികളും പ്ലാനുകളും റെഡിയാക്കി അതനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ കൃത്യമായ ഒരു പ്ലാനിൽ മുമ്പോട്ട് കൊണ്ടുപോവാണ് വേണ്ടത്. അല്ലാതെ കിട്ടുന്നിടത്തെല്ലാം ഉപകാരങ്ങൾ വേണം, എവിടെ ചെന്ന് തൊട്ടാലും അവിടങ്ങളിൽ നിന്നെല്ലാം ഗുണങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുള്ള മനുഷ്യന്റെ ആക്രാന്തം അല്ലെങ്കിൽ അമിതമായ പ്രതീക്ഷകൾ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് നിങ്ങൾ അമിത പ്രതീക്ഷകൾ ഒഴിവാക്കി നിരാശയില്ലാതെ സന്തോഷത്തോട് ജീവിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ജീവിതാസ്വാദനത്തിന്റെ അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ,
ഒന്ന് നഷ്ടബോധങ്ങളില്ലാതെ നിങ്ങൾ ജീവിക്കൂ, മറ്റൊന്ന് അമിത പ്രതീക്ഷകൾ വെച്ചിട്ട് നിരാശരാകാതെ നിങ്ങൾ ജീവിക്കൂ. ഈ രണ്ട് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളോടൊപ്പം പണിയെടുക്കുന്ന അനേകം ആൾക്കാർ നിങ്ങളെക്കാൾ വളരുന്നുണ്ടാവും, വെച്ചടി വളർന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആ വളർച്ച കിട്ടുന്നില്ലായിരിക്കും. നിങ്ങൾ ആ അസൂയ ഒഴിവാക്കും, എന്നിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കും. ലോകത്തിൽ നിങ്ങളുടെ സമപ്രായക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അതേ മേഖലയിൽ പണിയെടുക്കുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ ആയ ആൾക്കാരുടെ വളർച്ചയിൽ നിങ്ങൾ എന്തിനു അസ്വസ്ഥപ്പെടണം? അള്ളാഹു തീരുമാനിച്ചല്ലേ നമ്മുടെ കയ്യിലേക്ക് വരൂ. അതുകൊണ്ട് ആ ഒരു മനസാന്നിധ്യം നിങ്ങൾ നിലനിർത്തൂ. എന്തിനാണ് അകാരണമായി മറ്റുള്ളവന്റെ വളർച്ചയിൽ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരിക്കലും സമാധാനമില്ലാത്ത, എപ്പോഴും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു അസൂയക്കാരന്റെ മനസ്സും വേറെ ജീവിക്കാതെ നിങ്ങൾ നിങ്ങളുടെ വിഭവങ്ങളിൽ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഈ ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടി നമ്മളെ ഉപദേശിക്കുന്ന വലിയ മഹത്തായ ജീവിത പാഠമാണ്. അത് നിങ്ങൾ ഒഴിവാക്കൂ. എന്നാൽ ഇതെല്ലാം ആയിട്ട് ഈ പറയപ്പെട്ട മാർഗങ്ങളിലൂടെ നിങ്ങൾ ശേഖരിക്കുകയും സമ്പാദിക്കുകയും വിഹിതമായ മാർഗങ്ങളിലൂടെ നിങ്ങൾ സമ്പാദിക്കുകയും ചെയ്താൽ അള്ളാഹു ചോദിക്കുകയാണ്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖി. അല്ലാഹു തആല മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടി പ്രകൃതിയിൽ ആകമാനം വിന്യസിപ്പിച്ചിരിക്കുന്ന അനേക വസ്തുക്കളുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദി. ഈ ലൗകിക ജീവിതത്തിന്റെ വിഭവങ്ങളെ, വസ്തുക്കളെ ആരാണ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത്? ആരാണ് നിങ്ങൾക്ക് വിലക്കിയത്? നിങ്ങൾ വിഹിതമായ മാർഗങ്ങളിലൂടെ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ ന്യായമായ വഴിയിലൂടെ സമ്പാദിച്ചുണ്ടാക്കിയ വിഭവങ്ങളാണെങ്കിൽ അത് സമാഹരിക്കുന്നതിന്, അത് ഉപയോഗപ്പെടുത്തുന്നതിന് ആരാണ് നിങ്ങളെ വിലക്കിയത്? നിങ്ങൾക്ക് അങ്ങനെ വിലക്കില്ല. നിങ്ങൾക്ക് ഈ ലോകം ആസ്വദിക്കാം, അനുഭവിക്കാം. പക്ഷേ അതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളിന്, അതിൻ്റെതായ വഴികളിലൂടെ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖി. ഈ ലൗകിക ജീവിതത്തിന്റെ നല്ല വിഭവങ്ങൾ, തിന്നാനുള്ള നല്ല വിഭവങ്ങൾ, അതിന് ആരാണ് നിങ്ങൾക്ക് വിലക്കിയത്? അത് നിങ്ങൾക്ക് അനുവദനീയമാണല്ലോ. ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ ഖാലിസതൻ യൗമൽ ഖിയാമ. അല്ലാഹു തആല ലൗകിക വസ്തുക്കളുടെ ഉപയോഗത്തില് വളരെ കൃത്യമായ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു അതിര് വരച്ചു തരുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഈ ആയത്തിലൂടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വസ്തുക്കൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്, എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ ഖാലിസതൻ യൗമൽ ഖിയാമ, ഖിയാമത്തിൽ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന ബോധ്യം വേണം. എന്ന് വെച്ചാൽ, ഞാനൊരു വസ്തു ദുനിയാവിൽ ഉപയോഗിക്കുമ്പോൾ ഇവിടം കൊണ്ട് ഉപയോഗിച്ച് തീർന്ന് പരലോകത്ത് കിട്ടാതെ പോകുന്ന തരത്തിലാകരുത് ആ ഉപയോഗം. നമ്മളുടെ ഈ ലൗകിക വസ്തുക്കളുടെ ഉപയോഗം അത് അതിരുവിടുമ്പോ, അന്യായമാകുമ്പോ, അവിഹിതമാകുമ്പോ ഇവിടെ മാത്രമേ നമുക്കത് ഭക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. പരലോകത്ത് അത് ഭക്ഷിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നിടത്ത് പരലോകത്തും ഇതെനിക്ക് കിട്ടാനുള്ളതാണ്. പരലോകത്ത് കിട്ടാനുള്ള വസ്തുക്കളുടെ ചെറിയ ഒരു സാമ്പിള് മാത്രമാണ് നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്നത്. ഈ ലൗകിക ജീവിതത്തിന്റെ അനുഭവങ്ങൾ അത് എത്രത്തോളം അവർണ്ണനീയമാണ് എന്ന് നമുക്ക് തോന്നിയാലും അതെല്ലാം പരലോക ജീവിതത്തിന്റെ സന്തോഷവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ അത് വെറും ഒരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്തെ വസ്തുക്കളുടെ ഉപയോഗം വല്ലാതെ വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ മുഴുവൻ തകർത്ത് നിങ്ങൾ ഇത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ പരലോകത്ത് അത് കിട്ടാതെ പോകുന്ന ഒരു വലിയ നഷ്ടമുണ്ട്. ആ നഷ്ടത്തിലേക്ക് നിങ്ങൾക്ക് ചെന്നു ചേരേണ്ടുന്ന ഗതികേട് വരാത്ത തരത്തിൽ ലൗകിക വസ്തുക്കളെ സമാഹരിക്കുകയും അതിനെ ഉപയോഗിക്കുകയും അതിനെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യൂ എന്ന ജീവിതാസ്വാദനത്തിന്റെ വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതാസ്വാദനത്തിന്റെ വഴികൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരുന്നുണ്ട്. അപ്പോ ഈ ലോക ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനുള്ളതാണ്. എങ്ങനെയും ആസ്വദിക്കണം എന്ന കാഴ്ചപ്പാടിന് ഇസ്ലാം വെക്കുന്ന തിരുത്ത് ഇവിടെയാണ്. ലൗകിക വസ്തുക്കൾ ഉപയോഗിക്കാനുള്ളതാണ്, പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ വസ്തുക്കൾ ലഭിക്കാനുണ്ട്. പരലോകത്ത് ഒറിജിനൽ വരാനിരിക്കുന്നുണ്ട്. അതിനെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഈ ലോകത്തിലെ വസ്തുക്കളെ നിങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കൂ എന്ന് മഹാനായ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞുതരാം. അതിനോടൊപ്പം ഈ വസ്തുക്കളെ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കൂ.
ഇസ്ലാം പറയുന്ന മറ്റൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായ ഒരു കാഴ്ചപ്പാടാണ്. ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയൊരു സമ്പന്നനായ മനുഷ്യൻ, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു സ്പെഷ്യൽ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അദ്ദേഹത്തെ ചെന്ന് കണ്ട് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. അദ്ദേഹം അങ്ങനെയുള്ള ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഒരു സ്ഥലത്ത് ഇത് വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തെ പ്രത്യേകമായി വിളിച്ചു. ജീവിതത്തിന്റെ വലിയ തിരക്കുകൾ ഉള്ളത് കൊണ്ട് ഇതിന്റെ വിതരണങ്ങൾ കാണാൻ അദ്ദേഹം പോകാറില്ല. ഈ വസ്തുക്കൾ കൈപ്പറ്റുന്ന ആൾക്കാരെ ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല. ഇദ്ദേഹം ഇത് കൊടുക്കാനുള്ള സാമ്പത്തികമായ ഏർപ്പാടുകൾ ചെയ്യൽ മാത്രമാണ് പതിവ്. നിർബന്ധത്തിന് വഴങ്ങി ഈ മനുഷ്യൻ ഒരിക്കൽ ഇത് വിതരണം ചെയ്യുന്ന സ്ഥലത്തെത്താണ്. ഇത് വാങ്ങുന്ന ആൾക്കാരുടെ മുഖത്ത് തെളിയുന്ന സന്തോഷങ്ങൾ ഇദ്ദേഹം നോക്കിക്കാണുകയാണ്. ഈ മനുഷ്യൻ ഇത് കണ്ടിട്ട്, എന്റെ ക്യാഷ് കൊണ്ട് ഒരു സമൂഹം, ജീവിതത്തിന്റെ ഏതൊക്കെ കാരണത്തിന്റെ പേരിൽ ദുർബലരായി പോയ ഒരു സമൂഹം അവരുടെ ആ ദൗർബല്യം മാറ്റാൻ കഴിയുന്ന വസ്തുക്കൾ നൽകിയപ്പോ അവരുടെ മുഖത്ത് തെളിയുന്ന ആ സന്തോഷവും ചിരിയും കണ്ട് ഈ മനുഷ്യന്റെ കണ്ണ് നിറയാണ്. ആ മനുഷ്യൻ പിന്നീട് പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ കോടാനുകോടികൾ സമ്പാദിച്ചെങ്കിലും ജീവിതത്തിന്റെ ഏറ്റവും ധന്യമായ മുഹൂർത്തമായി ഞാൻ ഇതിനെ കാണുകയാണ്. കാരണം എന്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് ചില മനുഷ്യരുടെ ദുഃഖത്തിൽ അകപ്പെട്ടു പോയ ചില മനുഷ്യരുടെ മുഖത്ത് സന്തോഷം തെളിയുന്നത് കാണാനുള്ള അവസരം ജീവിതത്തിൽ ആദ്യമായി എനിക്കുണ്ടായിരിക്കുകയാണ്. ഇതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷ നിമിഷമായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഒരു പക്ഷേ നമ്മൾ മീഡിയകളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് വിശുദ്ധ ഇസ്ലാം നമ്മളുടെ മുമ്പിൽ വെക്കുന്ന മഹത്തായ ഒരു തത്വമാണ്. ജീവിതത്തിന്റെ ആസ്വാദനവും അനുഭവം എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത് സ്വയം വലിച്ചുവാരി ആസ്വദിക്കലല്ല. ആ വലിച്ചുവാരി ആസ്വദിക്കുന്നതിനോടൊപ്പം ജീവിതത്തിന്റെ ഏതെങ്കിലും ഓരങ്ങളിൽ അകപ്പെട്ടു പോയ, ഗതിമുട്ടിപ്പോയ മനുഷ്യരുടെ താങ്ങായി മാറുക. അതിലൂടെ അവർ ജീവിതത്തിന്റെ പൊതു സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് അനിർവചനീയമായ സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ മനുഷ്യന് കഴിയില്ല. ഒരുപക്ഷെ അത്തരം കാഴ്ചകളുടെ മുമ്പിൽ ഈ മനുഷ്യൻ നിറകണ്ണുകളോടുകൂടി നിൽക്കുമ്പോഴാണ് നമ്മൾ ആ മനുഷ്യൻ ഹൃദയത്തിന്റെ ഉള്ളുകൊണ്ട് അനുഭവിക്കുന്ന സന്തോഷം എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത്തരം ഒരു സന്തോഷത്തിന്റെ ഒരു ആത്മീയമായ വശത്തിലേക്കും കൂടെ പോകാൻ നിങ്ങളുടെ ലൗകിക ജീവിതത്തിന്റെ സന്തോഷത്തോടുള്ള ആസക്തി കൊണ്ട് കഴിയണമെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ലൗകിക ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ആസ്വദിക്കാനുള്ളതാണ്, അടിച്ച് പൊളിച്ച് ജീവിക്കാനുള്ളതാണ് എന്ന് നാം വലിയ വായിൽ പറയുമ്പോ ലൗകിക ജീവിതത്തിന്റെ സന്തോഷം എന്താണ്? ആ സന്തോഷത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയുന്ന സന്തോഷത്തിന്റെ അതിരുകൾ എത്രയാണ്? ഇതൊന്നും നമുക്ക് നിർണയിക്കാൻ തന്നെ കഴിയില്ല. അത്രമേൽ അതിരുകളില്ലാത്ത സന്തോഷത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമുക്കെത്താൻ കഴിയുന്ന, മറ്റുള്ളവരെ എത്തിക്കാൻ കഴിയുന്ന സന്തോഷത്തിന്റെ സന്ദർഭങ്ങളുണ്ട്. അവിടങ്ങളിലും നിങ്ങളുടെ സമ്പത്തിന്റെ വകകൾ ചിലവഴിക്കൂ, അങ്ങനെ നിങ്ങൾ സന്തുഷ്ടരായി മാറൂ എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് പറഞ്ഞു തരാണ്. ഈ നിലയിൽ കൂടി ജീവിതത്തെ കാണുകയും ജീവിതത്തെ സമീപിക്കുകയും ടെൻഷനുകളില്ലാതെ അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിച്ച് അതിൽ സംതൃപ്തരായി നഷ്ടബോധങ്ങളില്ലാതെ വെറും ഒരു അതിരുമില്ലാത്ത അതിമോഹവുമായി നടന്ന് മോഹഭംഗങ്ങൾ കൊണ്ട് നടക്കാതെ സാമാന്യമായ ബോധത്തിൽ, കൃത്യമായ അവബോധത്തോടുകൂടി ഈ ലോകത്തെ നിങ്ങൾ സമീപിക്കൂ. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ വിഹിതമായ മാർഗങ്ങളിലൂടെ നിങ്ങൾ സമ്പാദിക്കൂ. അതിനെ കൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ. നിങ്ങളോടൊപ്പം ഉള്ളവർക്ക് ആ സന്തോഷം കൊടുക്കൂ. ഇന്നത്തെ ഈ ജീവിതത്തെ സംബന്ധിച്ച് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ മോശമായ ഏർപ്പാടാണ്. വളരെ മോശമായ ഒരു ഏർപ്പാടാണ്. ഈ അടുത്ത ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, വിവാഹം എന്ന് പറയുന്നത് ഒരു സംസ്കൃത അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഏർപ്പാടേ അല്ലെന്നാ ചില വലിയ മഹത്തുക്കൾ പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ ഇനി ഞാനില്ല. ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ സ്വന്തം ചുമലിൽ ഏറ്റെടുക്കൂ. നിങ്ങളുടെ വളർന്നു വരുന്ന മക്കൾക്ക് നിങ്ങളുടെ അത്താണിയായി മാറൂ.
അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക്, അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, അവർക്ക് വേണ്ടുന്ന എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ തുറന്ന മനസ്സോടുകൂടി അവർക്ക് വേണ്ടത് കൊടുക്കൂ. അവര് വളർന്നു വരട്ടെ. അടുത്ത തലമുറയെ നിങ്ങൾ വളർത്തിയെടുക്കൂ നിങ്ങളുടെ സ്വത്തുകൊണ്ട്. ഒരു കുടുംബ സംവിധാനത്തിലൂടെ സംഭവിക്കുന്ന എന്താണ്? ആരോഗ്യമുള്ള, വിദ്യാഭ്യാസമുള്ള, സാമൂഹിക ബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള ഒരു സമൂഹത്തിന്റെ വളർച്ചയല്ലേ ഒരു കുടുംബം കൊണ്ട് സാധ്യമാകുന്നത്. അത്തരം സന്ദർഭങ്ങളെല്ലാം അപരിഷ്കൃതമായ സമൂഹത്തിന്റെ രീതിയായിട്ട് മാറ്റുകയും ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ഒരടിച്ചുപൊളി ജീവിതമാണ് ഈ ലോക ജീവിതം എന്ന് വല്ലാതെ ശബ്ദത്തിൽ പറയുകയും ചെയ്യുമ്പോൾ അതിലൂടെ ലോകത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നൈതിക ബോധമുണ്ട്, ഒരു സാംസ്കാരിക ബോധമുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ കൃത്യമായ ഒരു രേഖ വരച്ചു വെക്കുന്നിടത്ത് ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബനാഥനെ സംബന്ധിച്ച് എത്രയോ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ആ നിലയിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കണം. അടുത്ത തലമുറയെ നിങ്ങൾ വളർത്തിയെടുക്കണം. എന്റെ മോൻ സമൂഹത്തിന് ഉപകാരമുള്ള ഒരാളായി മാറി എന്ന് മറ്റൊരാളുടെ നാവിലൂടെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം അതിന് അതിരുകളില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് അതിരുകളില്ലാത്ത സന്തോഷത്തിന്റെ സന്ദർഭങ്ങളുണ്ട്. അത് സ്വന്തം മകൻ ഈ സമൂഹത്തിൽ ഉപകാരമുള്ള ഒരാളായി വളർന്നിട്ടുണ്ട് എന്ന് നാലാളുടെ വായിലൂടെ കേൾക്കാൻ കഴിയുമ്പോൾ ദീനിനും ദുനിയാവിനുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു മകനെ, ഒരു മകളെ, അല്ലെങ്കിൽ കുറച്ചു മക്കളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു, അവരിലൂടെ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ഉപ്പക്കുണ്ടാകുന്ന അഭിമാനബോധം ഉണ്ടല്ലോ, ഒരു ആത്മാഭിമാനം, അതിലൂടെ കിട്ടുന്ന സന്തോഷം, അതൊക്കെ തന്നെയാണ് ജീവിതത്തിന്റെ സന്തോഷം. അങ്ങനെ ക്രിയാത്മകമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള സമൂഹത്തിന്റെ ബലഹീനതകളെ പരിഹരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ലൗകിക ജീവിതത്തെ ആസ്വദിക്കൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പറഞ്ഞിരുന്നിടത്ത് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മൾ ഈ ലോകത്തെ ഉപയോഗപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇത്തരം ചിന്തകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ജീവിതം അടിച്ചുപൊളിച്ച് ആസ്വദിക്കാനുള്ളതാണ് എന്ന ഈ ഒരു ചിന്തയും ഈ ഒരു ധാരണയുമൊക്കെ മനുഷ്യ സമൂഹത്തിന് കൊടുക്കുന്നത് ആരാണ് എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. ശൈത്താനാണ്. ശൈത്താന്റെ കഥ തന്നെ നമ്മൾ വായിച്ചു തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അമിതമോഹം കൊടുത്ത ശൈത്താനല്ലേ നമ്മൾ വായിക്കുന്നത്. ശൈത്താനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ നമ്മൾ വായിച്ചു തുടങ്ങുന്നത് എവിടെയാണ്? സ്വർഗീയമായ സന്തോഷങ്ങളിൽ ജീവിക്കുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ജീവിതത്തെക്കുറിച്ച് ഒരു അമിതമായ പ്രതീക്ഷ കൊടുക്കുകയാണ്. ആ പ്രതീക്ഷയിലൂടെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വരുന്നത്, സ്വർഗത്തിൽ നിന്ന് പോകേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ ശൈത്താൻ മനുഷ്യന് ദുരാഗ്രഹങ്ങൾ കൊടുക്കും. ആ ദുരാഗ്രഹത്തിന്റെ വഴിയിലൂടെ മനുഷ്യൻ പോകുമ്പോൾ ലോകത്തെ അങ്ങനെ ആസ്വദിക്കണം. ലോകത്തെ എല്ലാ കാലവും ഒരു കാലത്തും അവസാനിക്കാത്തൊരാസ്വാദനമാണ് ശൈത്താൻ മനുഷ്യന്റെ മനസ്സിലേക്ക് കൊടുത്തത്. അതിൽ പ്രതീക്ഷ വെച്ചപ്പോഴാണ് ശൈത്താൻ മനുഷ്യന്റെ ശത്രുവായി മാറിയത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു കാര്യവും അത് തന്നെയാണ്. അശ്ശൈത്വാനു ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ. അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്. ഇത്തരം ധാരണകൾ, ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നത് ശൈത്താനാണ്. അശ്ശൈത്വാനു ലക്കും അദുവ്വുൻ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ. ശൈത്താനികമായ ബോധങ്ങളെ ശത്രുവിന്റെ ഭാഗത്ത് നിന്നുള്ള ബോധമാണെന്ന തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം. ഈ ലോകത്തിലെ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതം നഷ്ടത്തിലായി പോകും. ഈ ലൗകിക ജീവിതവും നഷ്ടത്തിലായി പോകും, പരലോക ജീവിതവും നഷ്ടത്തിലായി പോകും. ജീവിതത്തിന് കൃത്യമായ അതിരുകളുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന മനുഷ്യ ജീവിതത്തിന് അതിരുകളുണ്ട്. അതിരുകളില്ലാതെ എന്തുമാകാമെന്ന ധാരണ തരുന്നത് ശൈത്താൻ തന്നെയാണ്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം. ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. നരകത്തിലേക്കുള്ള ആളെക്കൂട്ടലാണ് അയാളുടെ ജോലി. അതിനു വേണ്ടിയിട്ടാണ് അയാൾ പണിയെടുത്തോണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ലോകത്ത് നിങ്ങൾക്ക് വ്യാമോഹങ്ങൾ തരും, വലിയ അമിതമായ പ്രതീക്ഷകൾ വരും. ആ പ്രതീക്ഷകൾ നിങ്ങൾക്ക് അയാൾ തരുന്ന ആ വ്യാമോഹങ്ങളുടെ പിറകെ നിങ്ങൾ പോയാൽ നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടത്തിലായി മാറും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ
അനാശാസ്യമായ അഭിഹിതമായ ജീവിതങ്ങളൊക്കെ ശൈത്താൻ നിങ്ങൾക്ക് ഓതിത്തരുന്നതാണ്. അതിനോട് നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും പ്രത്യേകമായ താല്പര്യവും അഭിരുചിയും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശൈത്താന്റെ വകയാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ മനുഷ്യനൊരു ഉപകാരം, നമുക്കറിയല്ലോ, ഈ അടുത്ത് ഒരു മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വളരെ കൃത്യമായ ഒരു ചോദ്യം. ഇവിടെ മതനിഷേധികളും അതിന്റെ അപ്പുറത്തേക്ക് മതവിരോധികളും, മതനിഷേധികൾ എന്ന ആ തലത്തിൽ നിന്നൊക്കെ പോയിരിക്കുന്നു മതവിരോധികൾ. ഈ മതവിരോധികൾ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടായി. എന്ത് മനുഷ്യനുപകാരമുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തത്? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ നാട്ടിൽ? ഒരു മനുഷ്യന് പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ മരുന്ന് വാങ്ങാൻ കഴിയുന്ന ആ നിലവാരത്തിലുള്ള ഒരു ഹോസ്പിറ്റലെങ്കിലും നിങ്ങളെ കൊണ്ടുണ്ടായിട്ടുണ്ടോ എന്ന് 2 ദിവസം മുമ്പ് ഒരു മനുഷ്യന്റെ വളരെ കൃത്യമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ന ശൈത്താന യഇദുകുമുൽ ഫഖർ. ശൈത്താനാണ് നിങ്ങളോട് മനുഷ്യന് ഉപകാരം ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടിയതെല്ലാം നിങ്ങളുടേതാണ്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും നിങ്ങൾക്ക് ആസ്വദിക്കാനും ഉള്ളതാണ്. ഇതുകൊണ്ട് മറ്റൊരാൾക്കും ഉപകാരം ചെയ്തേക്കണ്ട എന്ന ബോധം നിങ്ങൾക്ക് തരുന്നുണ്ടോ? അത് ശൈത്താന്റെ വകയാണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പൊ നന്മകളുടെ വഴികൾ ഒരുപാട് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നുണ്ട്. ആ നന്മകളുടെ വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കുകയും അവിടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളെ അതിലൂടെ നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ്. തിന്മയിലൂടെ ചില സന്തോഷങ്ങൾ കിട്ടും, പക്ഷേ യഥാർത്ഥ സന്തോഷം എങ്കാലത്തേക്കുമായി നശിച്ചു പോകുന്നതിന് അത് കാരണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നാം ഇങ്ങനെ മനസ്സിലാക്കുക, ഈ വാക്കുകളെ ആസ്വദിക്കുക, പാപങ്ങളില്ലാതെ ലോകത്തെ ആസ്വദിക്കുക. ലൗകിക ജീവിതത്തിന്റെ സന്തോഷത്തെ പാപങ്ങൾ ചെയ്യാതെ നാം ആസ്വദിക്കണം. ചിരിക്കണം, പക്ഷെ ആരെയും പരിഹസിക്കാതെ ചിരിക്കണം. സന്തോഷങ്ങൾ പ്രകടിപ്പിക്കണം, സന്തോഷം പ്രകടിപ്പിക്കാനുള്ളതാണ്, പക്ഷെ ആരെയും പരിഹസിച്ചുകൊണ്ടല്ല സന്തോഷം ആസ്വദിക്കേണ്ടത്. യാത്രകൾ ചെയ്യണം, പക്ഷേ ഹറാമായ വഴിയിലേക്കല്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ആസ്വാദനങ്ങളാണ്, ഇതെല്ലാം അനുവദനീയവുമാണ്, പക്ഷേ ഹറാമിലേക്കല്ല യാത്ര ചെയ്യേണ്ടത്. ചിരിക്കേണ്ടത് ആരെയും പരിഹസിക്കാനോ കൊലച്ചിരിയോ അല്ല നടത്തേണ്ടത്. സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ചിരി ചിരിക്കൂ, അങ്ങനെ സന്തോഷിക്കൂ, ജീവിതം ആസ്വദിക്കൂ, പാപങ്ങൾ ചെയ്യാതെ ആസ്വദിക്കൂ. ഇങ്ങനെ ജീവിതാസ്വാദനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യമാണ്. അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അനുവദനീയമായ ഒരു പരിധിയുടെ ഉള്ളിൽ എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തൃപ്തിയുടെ വഴിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.